ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റിൽ കേരളം വളരെ സങ്കടകരമാം വിധം അവഗണിക്കപ്പെട്ടു എന്ന ആക്ഷേപം ഇപ്പോഴും പല കോണുകളിൽ നിന്ന് അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം വരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം പുതിയതായി കേന്ദ്ര ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ളതാകുന്നു എന്ന ആക്ഷേപം മാധ്യമങ്ങളും അതുപോലെ കേരളത്തിൽ നിന്നുള്ള 20 പാർലമെന്റ് അംഗങ്ങളും ലോക്സഭാ അംഗങ്ങളും അതുപോലെ തന്നെ രാജ്യസഭയിലെ അംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റെയിൽവേ മേഖലയിൽ കേരളത്തിനുണ്ടായിരിക്കുന്ന അവഗണന. ഇവിടെ 7 റെയിൽവേ കോറിഡോർ സ്ഥാപിക്കുമെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രി പ്രസ്താവിച്ചിട്ട് അതിൽ ഒരെണ്ണം പോലും കേരളത്തിന് കിട്ടിയില്ല എന്നുള്ളത് വലിയ ഒരു പരാതിയായി അവശേഷിക്കുന്നു. പ്രധാനമായി ആനുകൂല്യങ്ങളുടെ സിംഹഭാഗവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പേരിന് തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതിനിടയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആലപ്പുഴ വഴിയുള്ള റെയിൽവേ ലൈനിന്റെ ഇരട്ടിപ്പ്. വർഷങ്ങളായി ആ വഴിയായിട്ടുള്ള ഗതാഗതം ട്രാക്കിന്റെ അഭാവത്താൽ തടസ്സപ്പെടുകയും കൂടുതൽ ട്രെയിനുകൾ അതിലൂടെ ഓടിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഏകദേശം 13 കിലോമീറ്ററോളം ദൂരം വളരെ കാലമായി ഇരട്ടിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതായാലും ബഹുമാനപ്പെട്ട ആ പ്രദേശത്തെ പ്രതികരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ നിരന്തരമായി അതിന്റെ പിന്നാലെ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് ആലപ്പുഴ അമ്പലപ്പുഴ ഏതാണ്ട് 13 കിലോമീറ്റർ ദൂരം ഇരട്ടിപ്പിക്കാനായി ഗവൺമെന്റ് റെയിൽവേ അംഗീകാരം കൊടുത്തിരിക്കുന്നു. 314 കോടി രൂപയോളം അതിന് വകവച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിന്റെ ഇടപെടൽ കൊണ്ട് ഒരു നേരിയ ആശ്വാസം ആ പാതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള വസ്തുത. എന്നാൽ അമ്പലപ്പുഴയ്ക്ക് ശേഷം എറണാകുളം സൗത്ത് വരെ എത്തുന്നതായിട്ടുള്ള കുമ്പളം തുടങ്ങിയതായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള പാതകളും വികസിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. അത് ക്രമാനുഗതമായി വികസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനൊന്നും പ്രത്യേകമായി ഫണ്ട് നീക്കിവെച്ചിട്ടില്ല ഈ ബജറ്റിൽ എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പഴമൊഴിയെ ഓർപ്പിക്കത്തക്ക വിധത്തിലാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന രീതിയിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ ആവശ്യം നിരന്തരമായി റെയിൽവേ മന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ച് ഇപ്പോൾ ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കൂട്ടത്തിൽ പറയട്ടെ, ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സൗത്ത് എന്നറിയപ്പെടുന്ന നേമം റെയിൽവേ സ്റ്റേഷൻ. കാരണം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പരമ്പരാഗതമായി പ്രവർത്തിച്ച് അതിപ്പോൾ ഏതാണ്ട് ഒരു സാച്ചുറേഷൻ പോയിന്റിലാണ്. അവിടെ ആവശ്യമായിട്ടുള്ള പിറ്റ് ലൈനുകളോ സ്റ്റേബിൾ ലൈനുകളോ ഇല്ലാത്തതിന്റെ ഫലമായി പല ട്രെയിനുകൾക്കും അവിടെ യഥാസമയം എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഔട്ടറിലൊക്കെ പിടിച്ചു നിർത്തേണ്ട ഒരു ദുർഗതിയുണ്ട്, പ്ലാറ്റ്ഫോമുകളുടെ കുറവുണ്ട്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പല കാരണങ്ങളാൽ വികസിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനുകളായ തിരുവനന്തപുരം സൗത്ത് എന്ന ഇപ്പോൾ അറിയപ്പെടുന്ന നേമവും തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന വേളി റെയിൽവേ സ്റ്റേഷനും വികസനത്തിന്റെ പാതയിലാണ്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, നേമത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന്റെ 2ാം ഭാഗത്ത് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉന്നയിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് പുതിയ ട്രെയിനുകൾ കിട്ടാനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നു. നാഗർകോവിൽ സ്റ്റേഷൻ അസാധാരണമായി വികസിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാനും ട്രെയിനുകളുടെ എണ്ണം വേണ്ട രീതിയിൽ വർദ്ധിപ്പിക്കാനും കഴിയാതെ വരും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിലാണ് താൽക്കാലിക ആശ്വാസമായി ഈ ആലപ്പുഴ അമ്പലപ്പുഴ 13 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കാനായി ശ്രമിക്കുന്നത്. ഏതായാലും കേരളത്തിൽ റെയിൽവേ വികസനത്തിന് കാര്യമായ ശ്രദ്ധ കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നില്ല. ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ
വർദ്ധിക്കുകയുള്ളൂ. റെയിൽവേ ട്രെയിനുകൾ കൂടുതൽ ഓടിക്കാനായി സാധിക്കുകയുള്ളൂ. ഓടുന്ന ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനായി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പല സങ്കീർണമായ പ്രശ്നങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് തിരുവനന്തപുരം മേഖല. മാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് തിരുവനന്തപുരം ഡിവിഷന്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യായമായും വരുമാന വർധനവുള്ള സ്റ്റേഷനിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ആ കാര്യത്തിൽ ഒരു ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല. അതുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളും വികസിപ്പിക്കണം. എറണാകുളം പോലുള്ള സ്റ്റേഷനുകൾ, കായംകുളം പോലുള്ള സ്റ്റേഷനുകൾ, തൃശ്ശൂര് അതുപോലെയുള്ള പല പ്രധാനപ്പെട്ട സ്റ്റേഷനുകളൊക്കെ വികസിപ്പിച്ച് ട്രെയിനിന്റെ ലഭ്യത കൂട്ടണം. അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള കോച്ചുകൾ ഓടിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ട്രെയിനുകളിൽ ഇപ്പോഴുള്ളതായിട്ടുള്ള ചില തരത്തിലുള്ള വൃത്തിയില്ലായ്മ പരിഹരിക്കാനായി സാനിറ്റേഷൻ നന്നായി നടത്തണം. കോച്ചുകളുടെ പഴക്കമുള്ള കോച്ചുകൾ മാറ്റി പുതിയ കോച്ചുകൾ സ്ഥാപിക്കണം. ഇതെല്ലാം ഒരു പൊതു ആവശ്യം എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേണ്ട രീതിയിലുള്ള പരിഗണന ഈ ആവശ്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് കേരളത്തെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രചരണം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രചാരകരായി കേരളത്തിലുള്ള BJPയുടെ നേതാക്കളും കേരളത്തിന് വലിയ സഹായം ചെയ്യുന്നുവെന്നൊക്കെ ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളം ഈ കഴിഞ്ഞ ബജറ്റിൽ വളരെയേറെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ പല പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതങ്ങൾ പലതും തടയപ്പെട്ടിരിക്കുന്നു സാങ്കേതികമായ കാരണങ്ങളാൽ. അതിലൊക്കെ ഒരളവ് വരെ കേരളത്തിന്റെ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ അധികം സങ്കീർണമായിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ വികസനത്തെ അത് വളരെയേറെ ദോഷകരമായി ബാധിക്കുന്നു. അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ 3 കോടിയിലധികം ജനങ്ങളാണ് എന്ന ഒരു സത്യവുമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് GST ഇനത്തിലും മറ്റിനത്തിലും ഒക്കെ നികുതി പണമായി ധാരാളം പണം കേന്ദ്രത്തിന് നൽകുന്നുണ്ട്. എന്നാൽ തിരിച്ച് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് അർഹതപ്പെട്ട എയിംസ് ലഭിച്ചിട്ടില്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തത്തക്ക രീതിയിലുള്ള പദ്ധതികൾക്ക് സർവകലാശാലകൾക്ക് കാര്യമായിട്ടുള്ള സഹായം നൽകുന്നില്ല. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, ഉൽപാദന മേഖലയിലൊക്കെ വളരെ മന്ദതയുണ്ട്. ഈ നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഉത്തേജിപ്പിക്കുന്ന പദ്ധതികളൊന്നും തന്നെ കാര്യമായി കേരളത്തിന് നൽകിയിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ കൊച്ചു കേരളത്തിനുണ്ട്. ഇപ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാൽവെക്കുകയാണ്. അതിനിടയിൽ വികസന പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോകത്തക്ക രീതിയിൽ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ കേരളത്തിലെ അവസ്ഥ കൂടുതൽ വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ പോലെ ചെറിയ സഹായമാണെങ്കിലും നേടിയെടുക്കാൻ കേരളത്തിലെ MLA-മാർ, MP-മാർ, അങ്ങനെയുള്ള നിയമസഭ അതുപോലെ പാർലമെന്റ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്.